ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീലീസ് വെയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിൽ ആർക്കെങ്കിലോ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് കൂടി ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിത് ഒരു 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. അപ്പോൾ നന്നായിട്ട് ഒന്നെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ടൊന്ന് സ്റ്റീം ചെയ്യുക, അതല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം തിളപ്പിച്ച് നമ്മൾ സാധാരണ ആവി പിടിക്കുന്ന പോലെ തന്നെ ചെയ്യുക. അതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോഴാണ് നമ്മുടെ സ്കിന്നിലെ പോഴ്സൊക്കെ ഒന്ന് നന്നായിട്ട് ഓപ്പണായി വരിക. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഫേസ് പാക്കിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുന്നത്. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് ആവി പിടിക്കുക. എന്നിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം. ആര്യവേപ്പ്, തുളസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവി പിടിക്കുന്ന വെള്ളത്തിൽ ഇടാം. ഇനി നമുക്ക് ആവി പിടിച്ചതിന് ശേഷം ഫേസ് പാക്ക് തയ്യാറാക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് 1 സ്പൂൺ ചാർക്കോൾ പൗഡറാണ്. ആക്ടിവേറ്റ് ചെയ്ത ചാർക്കോൾ പൗഡറാണ് ഫേസിലേക്ക് യൂസ് ചെയ്യേണ്ടത്. ഇതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂൺ മുൾട്ടാണി മിട്ടിയാണ്. അതിനുശേഷം 1 സ്പൂൺ തേൻ എടുക്കാം. സ്പൂൺ തേനും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആ പേസ്റ്റ് രൂപത്തിലേക്ക് ഇട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കുറേശ്ശെ എടുത്തൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിവിടെ ചാർക്കോൾ പൗഡർ ഒന്നെങ്കിൽ ഷോപ്പിൽ നിന്ന് മേടിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. ഒന്നെങ്കിൽ ചിരട്ട കരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പിസ്തേൻ്റെ ഷെല്ലുണ്ടെങ്കിൽ അതൊന്ന് കരിച്ചെടുക്കുകയോ ചെയ്താൽ മതി. നല്ലതാണ് സ്കിന്നിന്. ഇനി നിങ്ങളിത് അപ്ലൈ ചെയ്ത് ഫേസിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ പോഴ്സിലുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും നീക്കം ചെയ്യാനും ആണ്. ചാർക്കോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ചാർക്കോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പോഴ്സിലുണ്ടാകുന്ന ഡെഡ് സെൽസിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും വൈറ്റ് ഹെഡ്സിനെയും ഒക്കെ വലിച്ചെടുക്കുന്നു. അതുപോലെ തന്നെയാണ് മുൾട്ടാണി മിട്ടിയും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പോഴ്സിലുണ്ടാകുന്ന അഴുക്കിനൊക്കെ വലിച്ചെടുക്കും. അതുതന്നെ സ്കിന്നിനെ നല്ലതായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുകയും കൂടി ചെയ്യുന്നു. നല്ല രീതിയിൽ ഇത് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ആവുന്ന 2 കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ തേൻ യൂസ് ചെയ്യുന്നത് ഈ ചാർക്കോൾ പൗഡറും മുൾട്ടാണി മിട്ടിയും നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന എണ്ണമയം മുഴുവനും വലിച്ചെടുക്കും. ഒന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേൻ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ തേൻ ഒഴിവാക്കിയാൽ മതി. അതിന് ശേഷം ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം സ്കിന്നിലൊന്ന് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. ഇപ്പം തേൻ നമ്മൾ ആഡ് ചെയ്താലും ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം തീർച്ചയായിട്ടും ഫേസിലേക്ക് ഇടണം. അല്ലെങ്കിൽ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. കാരണം ചാർക്കോൾ പൗഡറും മുൾട്ടാണി മിട്ടിയും നല്ല രീതിയിൽ തന്നെ എണ്ണയും പൊടിയും ഒക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ ചെയ്യണം. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണിൻ്റെ താഴെ ഇടരുത്. കണ്ണിൻ്റെ ആ ഒരു പോർഷൻ ഒഴിവാക്കിയതിന് ശേഷം മാത്രം ഇടാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ഏരിയയിൽ മാത്രം വേണമെങ്കിലും ഇട്ടാൽ മതി. ഫേസ് മൊത്തമായിട്ട് ഇടുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ നല്ലൊരു ക്ലീനും ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫേസ് മൊത്തത്തിൽ ഇടുന്നത്. നല്ലൊരു റിസൾട്ടാണ് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് ഈ പാക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത്. ഇടവിട്ട ദിവസങ്ങളിൽ 2 ദിവസം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് സ്കിന്നിൽ ഇങ്ങനെ വെക്കാം. ഒരു 15 മിനിറ്റിൽ നിങ്ങളുടെ സ്കിന്നിലേക്ക് ഡ്രൈ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തണുത്ത വെള്ളത്തിൽ റബ്ബ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 15 മിനിറ്റിൽ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ മാത്രം 20 മിനിറ്റിലേക്ക് വെക്കുക. 20 മിനിറ്റിൽ കൂടുതൽ ഫേസിൽ വെക്കരുത്. അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഐസ് ക്യൂബ് മസാജാണ്. ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നീം വാട്ടർ വെച്ചിട്ടുള്ള ഐസ് ക്യൂബാണ്. നീം വാട്ടർ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് എക്സ്ട്രാ ബെനഫിറ്റാണ് കിട്ടുന്നത്. നമുക്ക് പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ്, പ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് ഡയറക്റ്റായിട്ട് തട്ടാതിരിക്കാൻ ഈ നീം വാട്ടർ കൊണ്ടുള്ള ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും.
അപ്പോൾ അതുകൊണ്ടാണ് നീം വാട്ടർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നീം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം വെച്ചിട്ടുള്ള ഐസ് ക്യൂബ് ആണെങ്കിൽ ചെയ്താൽ മതി. തീർച്ചയായും നിങ്ങൾ ഐസ് ക്യൂബ് മസാജ് ചെയ്യണം. കാരണം നമ്മൾ പോർസൊക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പോർസിനെ ഒന്ന് ക്ലോസ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ പോർസിലേക്ക് പൊടിയോ അഴുക്കൊക്കെ കയറി പുതിയ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഫോം ആവാതിരിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായും ഐസ് ക്യൂബ് മസാജ് ചെയ്യുക. അതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഫേസിലേക്ക് ഇടണം, അല്ലെങ്കിൽ ഫേസ് ഒന്ന് ഡ്രൈ ആയി പോവും. നമ്മളിത് ട്രൈ ചെയ്യുന്ന വഴി നമ്മുടെ ഫേസിലുണ്ടാകുന്ന പോർസിൻ്റെ സൈസ് കുറയാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.